ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ കാണാൻ പോകുന്ന എല്ലാവർക്കും ക്രിസ്തുവിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനൊരു വീഡിയോയുമായി വരാനുള്ള കാരണം ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇടാനിടയായി. യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കുക, അതിനൊത്തിരി നല്ല അഭിപ്രായങ്ങളും ഒത്തിരി നല്ല റിയാക്ഷൻസൊക്കെ കാണുവാനും കേൾക്കുവാനൊക്കെ ഇടയായി. എൻ്റെ ജീവിതത്തിൽ യേശു എന്ന നാമം മുഖേന ഉണ്ടായ ഒത്തിരി അനുഭവങ്ങളുണ്ടായ അതിലൊരു ചെറിയൊരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ കോളേജ് കാലങ്ങളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് കർത്താവുമായിട്ടൊക്കെ ഏറെ ബന്ധത്തിലായിരുന്നു. ഞാൻ പഠനകാലത്തൊക്കെ ദൈവവുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. പക്ഷേ എങ്കിൽ കുറച്ചൊരു സീസണിൽ ഞാൻ കർത്താവിൽ നിന്ന് അകന്നു പോകാനിടയായി. ഇച്ചിരി മാനസികമായി ഇച്ചിരി അകന്നു പോകാനിടയായി. അങ്ങനെ കമ്മ്യൂണിസം ആശയം അല്ലെങ്കിൽ ദൈവമല്ല മനുഷ്യന് നന്മ ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കൊക്കെ പോയി കർത്താവിനെ അനുഗമിക്കുന്നതൊക്കെ നിർത്തി ഞാൻ കമ്മ്യൂണിസം ആശയങ്ങളിലേക്കൊക്കെ പോകാനിടയായി. ആ സമയങ്ങളിൽ എൻ്റെ കാലിലും എൻ്റെ ജീവിതത്തിലൊരു ചെറിയൊരു രോഗം ഇങ്ങനെ വരുവാനിടയായി. അരിമ്പാറ എന്നൊരു രോഗം എൻ്റെ കാലിന് ഫുള്ളും വന്നു തുടങ്ങി, എൻ്റെ കൈക്ക് വന്നു തുടങ്ങി, എൻ്റെ മുഖത്തൊക്കെ ഈ അരിമ്പാറ ഇങ്ങനെ വരുവാനിടയായി. ആ ദിവസങ്ങളിൽ ഞാൻ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല, പ്രാർത്ഥിക്കത്തില്ല. കമ്മ്യൂണിസം ആശയമാണ്, എന്തെങ്കിലുമൊക്കെ മനുഷ്യർക്ക് നല്ലത് ചെയ്യണം, പള്ളിയിലൊന്നും പോകണ്ട, പാസ്റ്റർമാർക്കൊന്നും പൈസ കൊടുക്കണ്ട, പ്രാർത്ഥിക്കാനൊന്നും പോകണ്ട, നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും എന്നുള്ള ചിന്താഗതിയിലൊക്കെ ഞാൻ മുൻപോട്ട് പോകാനിടയായി. ആ സമയത്ത് എൻ്റെ കാലിൽ എൻ്റെ കയ്യിലും ഒക്കെ ഈ അരിമ്പാറ വന്നു തുടങ്ങി. അപ്പോൾ മാനസികമായി ഒത്തിരി വിഷമങ്ങളുണ്ടായിരുന്നു. കോളേജിലൊക്കെ പോകുമ്പോൾ ഞാൻ ഷൂ ഇട്ടുകൊണ്ടായിരിക്കും പോകുന്നത്. മീൻസ് മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാത്ത നിലവാരത്തിൽ ഞാൻ ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് പോകാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വീട്ടിലിങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ അതിവേദന ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാവി എന്തായി തീരും. എൻ്റെ കയ്യിൽ വന്നു തുടങ്ങി, എൻ്റെ മുഖത്ത് വരെ ഈ അരിമ്പാറ എന്ന രോഗം വന്നു തുടങ്ങാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഉച്ചയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ദൈവാത്മാവ് ഒരു വചനത്തെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തരുവാനിടയായി. സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ കാണാൻ കഴിയും, യേശു എന്ന നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകും, ഭൂതങ്ങൾ അലറി ഓടും എന്നൊക്കെ ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കാണുവാൻ ഇടയായി. അങ്ങനെ ഇരിക്കെ ഞാൻ ബൈബിൾ നോക്കി ആ വാക്യം കണ്ടുപിടിച്ചു. ഞാൻ വിശ്വാസത്തോടെ അന്ന് ഉച്ച മുതൽ വിഷമത്തോടെ ഞാൻ പറയാനിടയായി, യേശുവിൻ്റെ നാമത്തിൽ അരിമ്പാറയെ നോക്കി ഞാൻ പറയും, യേശുവിൻ്റെ നാമത്തിൽ അരിമ്പാറ വിട്ടുപോകട്ടെ, മാറിപ്പോകട്ടെ. അപ്പോൾ അതുവരെ അത്രയും നാളെ ഞാൻ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു. അന്ന് ഉച്ച മുതൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കാൻ തുടങ്ങി. അന്ന് ഉച്ച മുതൽ വൈകിട്ട് വരെ യേശുവിൻ്റെ നാമത്തിൽ അരിമ്പാറ മാറട്ടെ, അരിമ്പാറ മാറട്ടെ എന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൽപ്പിക്കാനിടയായി. അങ്ങനെ രാത്രിയായി, ഞാനങ്ങ് മറന്നുപോയി. പിറ്റേന്ന് രാവിലെ എണീറ്റ് കോളേജിൽ പോകാൻ നേരത്ത് ഞാൻ എണീറ്റ് കോളേജിൽ പോയി. ഓമല്ലൂരിൻ്റെ ദേശത്ത്, ഓമല്ലൂർ എന്ന ദേശത്താണ് ഞാൻ പഠിക്കാൻ പോയത്. ആ ബസ് സ്റ്റോപ്പിലിരുന്ന സമയത്ത് ബസ് കയറാൻ ബസ് സ്റ്റോപ്പിലിരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ കാലിലോട്ട് നോക്കിയപ്പോൾ ഈ അരിമ്പാറ ഒന്നും അവിടെ കാണാനില്ല. എനിക്കപ്പം പെട്ടെന്നൊരു എക്സൈറ്റ് തോന്നി. ഞാൻ എൻ്റെ കയ്യിൽ നോക്കാനിടയിൽ, അപ്പോൾ കയ്യിൽ നോക്കിയപ്പോൾ കയ്യിലുമില്ല. അപ്പോൾ എൻ്റെ മുഖത്ത് വന്നു തുടങ്ങിയായിരുന്നു ഈ അരിമ്പാറ. ഞാൻ അരിമ്പാറ അപ്പോൾ അടുത്തൊരു ബൈക്ക് ഇരിക്കുന്നത് കണ്ട് ഗ്ലാസ്സിലേക്ക് ഓടിപ്പോയി ബൈക്കിൻ്റെ മിററിൽ പോയി നോക്കിയപ്പോൾ മുഖത്തുമില്ല. അന്ന് മുതൽ എനിക്ക് വിശ്വാസമുണ്ടായി, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ നടക്കും. അന്ന് മുതൽ എല്ലാ കാര്യത്തിലും ഞാൻ യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കാനിടയായി. അതുവരെ യേശു എന്ന നാമത്തെ ഞാൻ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ പറഞ്ഞ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ എപ്പോഴാണോ എൻ്റെ വിഷയത്തിന് മുമ്പിൽ യേശുവിൻ്റെ നാമത്തെ ഞാൻ യൂസ് ചെയ്തത്, അപ്പോഴവിടെയൊക്കെ വിടുതൽ നടക്കാനിടയായി. എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്കത് മാത്രമേ പറയാനുള്ളൂ, നമ്മൾ യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്. പ്രാർത്ഥിച്ചില്ലേലും പള്ളിയിൽ പോയില്ലേലും യേശുവിൻ്റെ നാമത്തെ ഉപയോഗിച്ചില്ലേലും നമുക്ക് സാഹചര്യങ്ങളെല്ലാം അനുകൂലം. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്. പക്ഷേ എങ്കിൽ ഹല്ലേലൂയ, ഇനിയുള്ള നാളുകളിൽ നമ്മൾ അതെല്ലാം വിട്ട് പഴയകാലത്തെ ഒരു ഉണർവ് നമ്മുടെ ലൈഫിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ വിശ്വാസത്താൽ യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കുന്നവരായി മാറുക. നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി, നിങ്ങളുടെ പ്രതിബന്ധങ്ങളെ നോക്കി, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ നോക്കി യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ആ നാമം ജയിച്ച നാമമായതുകൊണ്ട് അവിടെ എല്ലാം ജയം വെളിപ്പെടും. നിങ്ങൾ സീരിയസായി യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ
വരുന്ന നാളുകളിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടത് എല്ലാ വിഷയത്തിന്മേലും യേശു എന്ന നാമം നിങ്ങൾക്ക് മറുപടി തരുവാനിടയാകും. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തെ ഞാനിവിടെ റിലീസ് ചെയ്യുന്നു. യേശു എന്ന നാമം അനേകർക്കൊരു വിടുതലായി മാറട്ടെ, അനേകരെ നേടുവാൻ ആ നാമം മുഖാന്തരം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.